ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 2 ഓഫ് മൂന്നാർ. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങാറായിട്ടുണ്ട്. സോ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ 11 മണിക്കാണ് ചെക്കൗട്ടിങ്. പക്ഷെ നമ്മൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മൂന്നാർ പോയി വിസിറ്റ് ചെയ്തു. അവിടുന്ന് കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ട് നേരെ ആലപ്പുഴ പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. അതിപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സിദ്ധാർത്ഥം പ്രിയങ്കി അപ്പുറത്തെ എഡിറ്റോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അവളാ എൻ്റില്ലേ? ഓക്കെ, വിളിച്ചിട്ടാ ഞാൻ. ഹായ്. ஹாய், எப்படி இருக்கீங்க? நல்லா இருக்கீங்க. என்ன நம்மள திருவாண்டத்துக்கு கேரளத்துக்கு சுகா இருக்கா? சுகா இருக்கா? சரிங்க. என்ன அங்கே ஏலத்தோட்டம்? ஏலக்காயா? ஓகே ஓகே ஓகே, சரி சரி, தேங்க்யூ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട്, ഗ്ലെൻമോറ റിസോർട്ട്. അവിടെ നല്ല ഈ ആൻറ്റിമാരും മാമനെല്ലാം കൂടെ മറ്റേ ഏലക്ക പറിക്കാൻ ഉള്ള പരിപാടിയിൽ പോവുകയാണ്. ഇതാണ് വ്യൂ കേട്ടോ. ഇവിടെ ചെറിയ നമുക്ക് സെറ്റപ്പ് അടിപൊളിയാണ്. നമുക്ക് ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളെ റൂം ഈ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി പിന്നെ ഏലത്തോട്ടത്തിൽ പോകണം അവർ. ഗുഡ് മോർണിംഗ് അതിബ. ഹൗ വാസ് ദ ഡേ? അവർ പോയി താഴോട്ട് അവർ പറിക്കാൻ പോവാണ്. അല്ല ഓക്കെ, ഇവിടെ ഒന്നുമില്ല വയസ്സ്. ഇവിടെ ജസ്റ്റ് ഒന്നൊരു ഫോർമൽ വ്യൂ. ജസ്റ്റ് ഒരു ഫോർമൽ വ്യൂ മാത്രമാണ്. ഇതാണ് നമ്മളിവിടുത്തെ റൂം കേട്ടോ. ഇത് ഒരു 3000 റൂമാണ്. നമുക്ക് 2750ക്കാണ്. അതിപ്പം നമ്മളൊരു ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവിടെ കിട്ടുകയാണ് കേട്ടോ. നമുക്ക് അതുവരെ എന്തായാലും കൂടുതൽ വിശദമായി പറഞ്ഞു തരും. അത് വാ. യെസ്, ടെൽ മീ അബൌട്ട് ദ റൂം. റൂമിനെ പറ്റി പറയൂ. അതിന് ചെരുപ്പൊന്നും കേട്ടോ. നിലയിലില്ല. ഓ പറയൂ. TV ഉണ്ട്, ഇരിക്കാൻ ചെയറുണ്ട്. ഓക്കെ, ടേബിളുണ്ട്. ചായ വേണമെങ്കിൽ ഇട്ട് കുടിക്കാൻ അറിയാമെങ്കിൽ ചായ ഇട്ട് കുടിക്കാൻ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റൂമിൻ്റെ. ഇതിപ്പോൾ നോക്കണ്ട, നമ്മളിവിടെ ഇപ്പം കിടന്ന അലങ്കോലമായതാണ്. കബോർഡുണ്ട്. ഇതെന്തിനാണ് എന്തോ ഹാങ്ങറാണേ. ഇത് സംഭവം നമുക്ക് ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കാം. രണ്ടൊരു കിടക്കാനുള്ള ബെഡുണ്ട്, ചാർജിങ് പോർട്ടലുണ്ട്, ഫാനുണ്ട്. ടോയ്ലറ്റ് കാണിച്ചു തരാം അല്ലേ? ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല മോശമുള്ള ടോയ്ലറ്റ് ഒന്നുമില്ല, അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റൂമിൻ്റെ ഒരു. അതെ, റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ അല്ലേ? അത് വാ, ഒന്നും പറയാനില്ല. റൂമായാലും ഒരു 2750 റേറ്റിന് എന്തായാലും നല്ല സംഭവമാണ് ഇത്. അതെ, നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായത് നമ്മൾ റൂമൊന്ന് ബുക്ക് ചെയ്ത് വന്നായിരുന്നു. അപ്പം കുറച്ചല്ലേ നല്ലപോലെ പെട്ടായിരുന്നു അല്ലേ? നമ്മളിൻ്റെ നേരെ ഇവിടെ നിന്ന് മൂന്നാറിന്ന് നിന്നതുപോലുമില്ല. അപ്പം തന്നെ നമ്മൾ നേരെ എവിടെ പോയി? പിന്നെ അബദ്ധം പറ്റല്ലേ. അതെ, അവിടെ നമ്മളിപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാറുള്ളൂ. പക്ഷേ ഇത് റൂം കൊള്ളാം.
എനിക്ക് തോന്നുന്നു നമുക്ക് ഡയറക്റ്റ് അവർ വിളിച്ച് സംസാരിച്ച എന്തെങ്കിലും കുറച്ചെങ്കിലും. പിന്നെ ഒരു സംഭവമുണ്ട്, ഡോർ പൂട്ടാൻ പറ്റും. ഡോർ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റില്ല. സ്കീമാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ അകത്തേറി നമുക്ക് ലോക്ക് ചെയ്യാം. താക്കോലൊക്കെ ഉണ്ട് പക്ഷേ. പിന്നെ സ്വിമ്മിംഗ് പൂള്, ക്യാരം ബോർഡ് അല്ലേ. ഇങ്ങനെ ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും വലുതായിട്ടില്ല കേട്ടോ ഇവിടെ. ഔട്ട്ഡോറിൽ അഡ്വഞ്ചർ ലൈഫ് ഉണ്ട്. അവിടെ കാട്ടിൽ കൂടെ ഒക്കെ ആണെങ്കിൽ ഓടിക്കളയാം. ഓടിക്കളിക്കാം. അങ്ങോട്ടൊരു ഏലത്തോട്ടം ഉണ്ട്. നമ്മൾ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എൻ്റെ വീഡിയോയും കൂടെ നമ്മൾ ഇടുന്നതായിരിക്കും. ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൂരിയോ കടലയോ ബാജിയോ അങ്ങനെ എന്താണെന്ന് ഇന്നലെ പറഞ്ഞത്. അവിടെ മറ്റേ ബ്രെഡും ബട്ടറും ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ട് നമുക്കൊരു നേരത്തെ ഇറങ്ങാം. നമ്മളിനി ഇവിടെ ചോദിച്ച് നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ എന്തായാലും പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഇട്ട് പോകാം. ഓക്കെ, ബൈ. ഗൈസ്, ഇവിടുത്തെ പൂളാണ് ഗൈസ്. വാ. ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. മെയിനായിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് ക്യാരംസ് കളിക്കാം. അതുമാത്രമാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. സോ നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ഏലത്തോട്ടം ഉണ്ട്. അവിടെ പോയി ഒന്ന് ഏലത്തോട്ടം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. സോ അത് കണ്ടിട്ട് നമ്മൾ നേരെ മെയിൻ മൂന്നാറിലോട്ട് പോകുന്നു. അവിടെ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നു. പിന്നെ ആലപ്പുഴ പോകാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ വ്യൂ ഓഫ് മോർണിംഗ്. ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയാണ് നമ്മൾ. കുറച്ച് ക്രീമും പോയി. വാ, മഴ ഉണ്ട്. കൊടയൊക്കെ എടുത്തോ? രണ്ടും എടുത്തോ? രണ്ടും എടുത്ത്. ഫ്രണ്ട് ഇപ്പോൾ വഴി കാട്ടി. വീടല്ലേ ഇവിടെ. എൻ്റെ ചെരുപ്പ് സ്ലിപ്പറിയാ. സ്ലിപ്പർ ഷൂ ആണല്ലേ. ഇന്നലെ ഇതിൽ പോയി കിടക്കണം. പക്ഷെ അത് പണ്ട് കൊള്ളായിരുന്നു. ഇപ്പൊ അത് കാട് നോക്കിപ്പോ വീടല്ലേ. എന്നാ കോമഡി ആവും. അതിന് കിടക്കുമ്പോഴത്തേക്ക് പൊട്ടി തഴകൾ ആശ്രയിക്കണം. ഫുള്ള് ഫോറസ്റ്റാ. പയ്യപ്പ പ്രിയങ്കേ. എവിടെയാടേ? ഫോട്ടോ എടുത്താണ്. കൈസ ഇതാ ഏലക്ക. ഇത് ഉണക്കൂന്നാണ് പ്രിയങ്ക പറയണത്. അവിടെ അമ്മച്ചിമായിട്ട് ചോദിച്ചോക്കാം. ഇവിടെ പണ്ട് ഏലക്ക കൃഷിയായിരുന്നു. അല്ല പനോടത്തെ കൃഷി ഉണ്ടായിരുന്നു അടി. ഓ അതല്ലേ കടുവല്ല. മറ്റേ പുറത്ത് പോലെ
താഴെ വെള്ളം ഉണ്ടോ? ഞാനിവിടെ നിന്ന് കയറി കേട്ടെ. താഴെ വെള്ളമുണ്ട്. ക്ലോസ്ഡാ? താഴെ വെള്ളമുണ്ട്. ഇവിടെ നോക്കോ? എൻ്റെ വലത്തെ നിന്റെ രൂപ ഇതിപ്പുണ്ട് അതിൽ ബാഗിൻ്റെ അകത്തിരിപ്പുണ്ട്. ആ ഇതിൻ്റെ ഇത് ഹാഷ് കളർ. ഞാൻ പറഞ്ഞ വെള്ളം ഉണ്ടെന്നാ കളിമൺ. എടാ വണ്ടി കയറുന്നത് ഇവിടുത്തെ ഈ ടയർ ഉരുട്ടുണ്ട് ഉണ്ടോ? അങ്ങോട്ട് മഴ മഴ കൊട കൊണ്ടുപോയി എവിടെ പോണു? മറ്റേ പിടിച്ച് അതുകൊണ്ടോ ടെൻ്റ് ഉണ്ടോ? അത് നോക്കിട്ടാണോ? അത് കൃഷി ഫാം. സ്ഥലത്ത് വെള്ളം വീഴിത്തല്ല മാറ്റി ഇവിടെ മാറ്റി. അതുപോലെ ഫുള്ള് മരങ്ങളല്ലേ. അല്ല വല്ല കാപ്പി കൃഷി നോക്കി കൂടെ അവർക്ക് ഇതില്ല. ഈ പറയുന്നു ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് നേരൊക്കെ പഠിക്കും. പാമ്പലുണ്ടോ നോക്കിക്കോട്ടാ. നീ കയറോ? അവിടെ കയറോ? പിടിച്ചോ ഇങ്ങോട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ പോണു ഗൈസ്. നല്ല കടുത്ത മഴയാണ്. അത് ഓടുന്നു. നമുക്ക് ഈ പാക്ക് ചെയ്യാം. ഗാർബേജ് കവർ കൂടെ ആക്കിയിട്ട് നമ്മളെ ടീഷർട്ട് ഷർട്ടൊക്കെ എല്ലാം പലച്ച് മണപ്പിച്ച് നോക്കുമായിരുന്നു. കിഴങ്ങണം ഉണങ്ങിക്കുണ്ടായിരുന്നോ എന്ന് പറയും. ഇത് കയറാൻ പാടും. വ്ളോഗർ ഇരുട്ട് മുങ്ങിയ അവിടെ തുടങ്ങിയിടേ. അവിടെ കാര്യം നീ അവിടെ പറഞ്ഞുണ്ടാവും. കുറച്ച് വേണം. കടുത്ത മഴ ഓടിക്കോ. ഫോണ് കറങ്ങി. മതി മതി ഫ്രഷ് ഇറക്കാം. പട്ടിക്കാട്ടം പോലെ കപ്പിൾസ് വന്നു. ഇല്ലേ നല്ല കടുത്ത മഴ. പ്രിയങ്കി സാർ പറഞ്ഞു. അപ്പോൾ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മൂന്നാർ പോകുന്നുണ്ട് കേട്ടോ. മൂന്നാർ പോകാൻ പോവുകയാണ്. നോക്ക് ചെക്ക് ചെയ്തോ. പേഴ്സ് കണ്ടില്ല. പേഴ്സ് ആധാർ ഫോൺ
ചേട്ടൻ്റെ പേരെങ്ങനെ? നവീണ. ചേട്ടനാണോ അതോ ഇവിടുത്തെ? ആ നിങ്ങൾക്ക് ഒരെണ്ണമുള്ളൂ കേട്ടോ. അത് വേറെ അത് സെയിം കോസ്റ്റ് അതോ റേറ്റ് കൂടുതലാണോ? 4000 അല്ലേ? അവിടെ പാർക്കിംഗ് ഒക്കെ കറക്റ്റ് പറഞ്ഞാൽ കിട്ടും. പാർക്കിംഗ് അത് മൂന്നാർ പോണോ? അവിടെ പക്ഷെ നമ്മൾ നോക്കി ഈ വഴി വണ്ടി അകത്തിടാൻ പറ്റില്ല. മാം കുഴിമന്തി നമ്മൾ കഴിച്ചു. നമ്മൾ ഇവിടെ എന്തൊക്കെ ലഭിക്കും എന്നത് മെനു കാർഡ് വെച്ചിട്ടുണ്ട്. വായിച്ചാണ് ലെഫ്റ്റ് സൈഡ് വെച്ചിട്ടുണ്ട്. മട്ടൻ മന്തി, ബീഫ് മന്തി, അൽഫാം മന്തി, ചിക്കൻ മന്തി. മന്തി മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് നേരെ മൂന്നാർ പോകാൻ നിന്നിട്ട് നേരെ നമ്മൾ പ്ലാനൊന്ന് ചെറുതായിട്ട് മാറ്റി. ഇപ്പോൾ നേരെ നമ്മൾ വാഗമണ്ണിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ സാധനം മറ്റേ നോർമൽ. എന്നാൽ ഹാഫ് ബെല്ലാരി ഹാഫ് വാങ്ങിക്കണോ? അപ്പോൾ ഇപ്പോൾ പനിയായി. അത് നീ ഇപ്പം അടുത്ത് കഴിച്ചാ? പേരക്കല്ലേ? പേരക്കല്ലേ? ആ മന്തിയും പേരക്ക. അയത്തിന് ഇഷ്ടമല്ലേ? അവന് ഇഷ്ടമല്ലേ? കഞ്ഞില്ല ഫുഡ് പറഞ്ഞ് കാണാം. ബെല്ലാരി മന്തി. ഇഷ്ടപ്പെട്ടോ നിനക്കടാ? അതിപ്പോൾ കൊള്ളാമോ? കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടോ ഗൈസ്? നമ്മൾ മന്തിയും കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി സ്ട്രെയിറ്റ് വാഗമൺ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ.